ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർഗിരിസംഭൂതൻ രാമാംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു പുനഃത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ 18ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് താടകാവധം എന്ന ഭാഗമാണ്. അത് ഓരോ രാമായണത്തിലും എങ്ങനെയാണ് ചിത്രീകരിച്ചുള്ളത് സാമാന്യമായി കണ്ടു കഴിഞ്ഞു. ഇനി വാൽമീകി രാമായണത്തിലെ 27ാം സർഗം മുതൽക്കുള്ള ഭാഗങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. 27ാം സർഗം മുഴുവൻ പലതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ വിശ്വാമിത്രൻ ശ്രീരാമന് ഉപദേശിച്ചു എന്ന് പറയാൻ. അവിടെയൊക്കെ കൂടുതലുള്ള അസ്ത്രങ്ങളുടെ പേരുകളാണ്. ആ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാനും പിൻവലിക്കാനും ഉള്ള മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു താല്പര്യം. താടകാവധത്തോടു കൂടിയിട്ട് രാമൻ്റെ ആയുധ പ്രകടനത്തിലുള്ള സാമർഥ്യവും അതിന് കരുത്തുമൊക്കെ വിശ്വാമിത്രന് ബോധ്യപ്പെട്ടു. പിന്നെ ഭാവിയിൽ അനേക രാക്ഷസന്മാരെ നേരിടാനിരിക്കുന്നവനായ രാമന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ പ്രീതിയോട് കൂടിയിട്ട് അസ്ത്രങ്ങൾ ഉപദേശിച്ചു എന്ന് പറയാൻ. അത് ആ 27ാം സർഗം തുടങ്ങുന്നത് തന്നെ അഥതാൻ രജനീമുഷ്യ വിശ്വാമിത്രോ മഹായശ പ്രഹസ്യൻ രാഘവം വാക്യമുവാചമധുരസ്വരം പരിതുഷ്ടോസ്മി ഭദ്രം ദേ രാജപുത്രമഹായശ പ്രീത്യാ പരമയായുക്തോ ദദാമ്യസ്ത്രാണി സർവശ എന്നിങ്ങനെയാണ്. രാമനോട് പറയാനില്ല, ഞാൻ നിനക്ക് അങ്ങേയറ്റം പ്രീതിയോട് കൂടിയിട്ട് അസ്ത്രങ്ങൾ പ്രദാനം ചെയ്യാം. അസ്ത്രങ്ങൾ കൂടിയിട്ട് അസ്ത്രത്തിൻ്റെ മന്ത്രം ഉപദേശിക്കാൻ. ഇതൊക്കെ ദിവ്യാസ്ത്രങ്ങളാണ്, ഇതൊക്കെ മന്ത്രാധീനങ്ങളാണ്. ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അതൊക്കെ ആ മന്ത്രങ്ങളെ കൊണ്ട് ഈ അസ്ത്രങ്ങളൊക്കെ വേണ്ട പോലെ വിനിയോഗിക്കാൻ കഴിയും. അവിടെ അനവധി അസ്ത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ദേവാസുര ഗണൻ ഭാവി സഗന്ധർവോരകാൻ ഭുവി രമിത്രൻ പ്രസഹ്യാജു വശീകൃത്യ ജയിക്ഷസി. ഈ അസ്ത്രങ്ങളെ കൊണ്ട് ദേവന്മാരെ, അസുരന്മാരെയും ഗന്ധർവന്മാരെയും ഉരകങ്ങളെയൊക്കെ ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ താനി ദിവ്യാനി ഭദ്രം ദേദാമ്യസ്ത്രാണി സർവശ ദണ്ഡചക്രം മഹൻ ദിവ്യം നവദാസ്യാമി രാഘവ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ആയുധവിശേഷങ്ങളുടെയും പേര് പറയാൻ അനവധി പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും നമ്മൾ ആ പേരുകൾ കേട്ട് പ്രയോജനം സാമാന്യമായിട്ട് ആ പേരൊക്കെ പറയാം. ദണ്ഡചക്രം, ധർമ്മചക്രം, കാലചക്രം, വിഷ്ണുചക്രം, ഉഗ്രം, ഐന്ദ്രം, വജ്രം, നരശ്രേഷ്ഠം, ശൈവം, ശൂലപരം, ഇങ്ങനെ അനവധി പേരുകളൊക്കെ പറഞ്ഞു. അതിന് പറയുകയാണ് ദദാമിതേ മഹാബാഹോ ബ്രഹ്മമസ്ത്രമനുത്തമം ദ്വേ ഗതേ ദ്വേ ചൈവകാഗുസ്താമോദകീ ശിഖരീ ശുഭേ. ഇതൊക്കെ അസ്ത്രങ്ങൾ പേരാണ്. ഈ അസ്ത്രങ്ങളൊക്കെ മൂർത്തമായ രൂപത്തിൽ വിശ്വാമിത്രന് മുമ്പിൽ പ്രത്യക്ഷമായി. വിശ്വാമിത്രൻ അതൊക്കെ ഇത് പ്രദാനം ചെയ്തു എന്ന് പറയാൻ. 10-62 അസ്ത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അത്ര വിസ്തരിച്ച് നമ്മൾ ധരിക്കേണ്ട ഒരു വിഷയമില്ല. പേര് മാത്രമാണ്. പ്രധാനപ്പെട്ട അസ്ത്രങ്ങൾ പറയാം. ധർമ്മപാശം, കാലപാശം, വരുണപാശം, മുസലം, ആഗ്നേയം, ക്രൗഞ്ചം, കലാപം, കിങ്കിണി, വൈദ്യാധനം, മോഹനം, പ്രസ്വാപനം, സൗമ്യം, ശോഷണം, സന്താപനം, വിലാപനം, മാദനം, പൈശാചം, ഇങ്ങനെ അനവധി അസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു. അതിനുശേഷം രാമൻ അതിൻ്റെയൊക്കെ ഉപസംഹരിക്കാനുള്ള, അതിനൊക്കെ പിൻവലിക്കാനുള്ള മന്ത്രങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. കാരണം ഒരു അസ്ത്രം പ്രയോഗിക്കാൻ മാത്രമല്ല, അത് വേണ്ട സമയത്ത് പിൻവലിക്കാനും സാധിക്കണമല്ലോ. അതിനുള്ള വിവേകമുണ്ടായി രാമൻ. അതുകൂടി അറിയണം അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിലർക്ക് അസ്ത്രം പ്രയോഗിക്കാനേ അറിയുള്ളൂ, പിൻവലിക്കാൻ അറിയില്ല എന്നുള്ള വിഷമാണ്. നമ്മൾ മഹാഭാരതത്തിൽ കാണും, ദ്രോണപുത്രനായ അശ്വത്ഥമാവനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ മാത്രമേ അറിയാൻ, പിൻവലിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിൻവലിക്കാൻ കഴിയില്ലാത്ത വലിയ കഷ്ടമാണ്. അതുകൊണ്ടാണ് അർജുനെ കൊണ്ട് ഭഗവാൻ അർജുനൻ്റെ ബ്രഹ്മാസ്ത്രത്തെയും അശ്വത്ഥമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം രണ്ടിനെയും പിൻവലിക്കാൻ പറഞ്ഞു. അർജുൻ രണ്ടിനെയും പിൻവലിക്കുകയും ചെയ്തു.
വലിയൊരു നാശത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു എന്നൊക്കെ ഭാഗവത്തിലും മഹാഭാരതത്തിലുമൊക്കെ കാണാം. അപ്പോൾ ഇദ്ദേഹമായിട്ട് ഇതൊക്കെ ഉപസംഹാരവും പഠിപ്പിച്ചു. അതെങ്ങനെയാണ് അത് പിൻവലിക്കേണ്ടത് അസ്ത്രങ്ങളെ എന്ന് പഠിപ്പിച്ചു. കാരണം അബദ്ധത്തിൽ ഒരു അസ്ത്രം പ്രയോഗിച്ചു പോയി പിന്നെ അത് പിൻവലിക്കാൻ സാധിക്കില്ല എന്നാൽ അത് വലിയ നാശകരമായ സംഗതിയാണ്. അതുകൊണ്ട് അതും ഉപദേശിച്ചു. ഇതാണ് ആ സർഗത്തിൽ വിശദീകരിച്ച് പറഞ്ഞത്. അനവധി അസ്ത്രങ്ങളുടെ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രതിഗ്രഹവസ്ത്രാണി ഇവഷ്ടവദന ശുചി യച്ഛന്നെ വചക ആഗുസ്തോ വിശ്വാമിത്ര വധാബ്രവീൻ. ഇങ്ങനെ ആയുധങ്ങളൊക്കെ ഉപദേശിച്ച ശേഷം അവർ നടക്കുകയാണ് കാട്ടിലൂടെ. ഇപ്പോൾ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ബലാദിബല മുതലായ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തതും അത് കഴിഞ്ഞിട്ട് താടകയെ കാണിച്ചെടുത്തതും താടകയെ വധിച്ചു നോക്കിയാണ് പറഞ്ഞത്. വീണ്ടും അവർ നടക്കുകയാണ്. വിശ്വാമിത്രൻ സിദ്ധാശ്രമം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പണ്ട് മഹാവിഷ്ണു വളരെ കാലം തപസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ സ്ഥലത്താണ് വിശ്വാമിത്രൻ്റെ ആവാസസ്ഥാനം. അവിടെയാണ് അദ്ദേഹം യജ്ഞം നടത്തുന്നത്. അവിടുത്തേക്ക് പോവാണ് അവർ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അവരെന്ത് ചെയ്തു, ഒരു പ്രദേശം കാമാശ്രമം എന്ന് പറയുന്നൊരു പ്രദേശത്തൂടെയാണ് പോകുന്നത്. കാമാശ്രമം എന്നിവിടെ പറയാൻ കാരണം അവിടെ പണ്ട് കാമദേവനെ ശ്രീപരമേശ്വരൻ ദഹിപ്പിച്ച സ്ഥലമാണ്. പ്രഖ്യാതായ കഥയാണ്. മോഹനാസ്ത്രം പ്രയോഗിച്ചിട്ട് പരമശിവനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഈ കാമദേവൻ ദഹിപ്പിച്ചു. അതാണ്, അതുകൊണ്ടാണ് അതിന് കാമാസ്ത്രം എന്ന പേര് പറയുന്നത്. അതിനുശേഷം അവർ വീണ്ടും നടക്കുകയാണ്. എന്നിട്ടാണ് സിദ്ധാശ്രമത്തിലെത്തുന്നത്. സിദ്ധാശ്രമം എന്നുള്ള പേരിലാണ് ഈ വിശ്വാമിത്രൻ്റെ സ്ഥലം അറിയപ്പെടുന്നത്. ആ കഥകളൊക്കെയാണ് 28-29 അതിൽ പറയുന്നത്. അതത്തസ്യാപ്രമേയസ്യാവചനം പരിപൃച്ഛത വിശ്വാമിത്രോ മഹാതേജ വ്യാഖ്യാതോരംഗ്രമേ ഹ്യരാമ മഹാഭാഗോ വിഷ്ണു ദേവ നമസ്കൃത വർഷാണി സുബഹൂനീഹ യഥാ തഥാ യുവശതാനിജ. എന്താ പറയുന്നത് വെച്ചാൽ, ഈ അവർ പോയിക്കൊണ്ടിരിക്കുക മനോഹരമായ ആശ്രമ പ്രദേശം കണ്ടപ്പോൾ രാമൻ മഹർഷിയോട് ചോദിച്ചു, ഇത് ആരുടെ ആശ്രമ പ്രദേശമാണ് എന്ന് ചോദിച്ചാൽ, ദർശനീ എങ്ങനെയുള്ളതാണ് ഈ പ്രദേശം? വൃക്ഷഖണ്ഡം മിതോഭാതി പരം കൗതൂഹലം ഹിമേ ദർശനീയം മൃഗാകീർണം മനോഹരവതീവജ നാനാപ്രകാരൈ ശകുനൈർ വർഗുഭാഷൈരലങ്കൃതം നിസ്സൃതാസ്മമുനിശ്രേഷ്ഠ ക്രാന്താരാൻ രോമഹർഷണാത്. അനേകം പക്ഷിമൃഗാദികൾക്കുള്ള സ്ഥലമാണ്. രോമാഞ്ചനകമായ ശബ്ദങ്ങളൊക്കെ കാട്ടുന്ന കേൾക്കാറുണ്ട്. ഈ മനോഹരമായ ആശ്രമം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് വിശ്വാമിത്രൻ താനിപ്പോൾ ആശ്രമസ്ഥലവും കൂടി ആക്കിയുള്ള സ്ഥലമാണ് സിദ്ധാശ്രമം. അതിനെക്കുറിച്ച് പറയുകയാണ്. ഇവിടെയാണ് പണ്ട് ഇഹരാമ മഹാബാഹോ വിഷ്ണു ദേവ നമസ്കൃതാൻ. ദേവന്മാർ പോലും എല്ലാ ദേവന്മാർക്കും ആദരണീയനായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു കൊണ്ട് വർഷാണി സുബഹൂൻ അനേക വർഷങ്ങൾ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. യുഗങ്ങളോട് തപസ് ചെയ്തതാണ്. ഏഷപൂർവാശ്രമോ രാമ വാമനസ്യ മഹാത്മന. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് വാമനാവതാരം ഉണ്ടായതെന്ന് പറയാൻ. വിഷ്ണു വളരെ കാലം തപസ് ചെയ്ത സ്ഥലമാണ് ഇത്. അതുകൊണ്ട് സിദ്ധാശ്രമം എന്നറിയപ്പെടുന്നു. സിദ്ധാശ്രമ ദീഖ്യാത സിദ്ധോഹ്യത്ര മഹാതമ. മഹാതപസ്യവർ സിദ്ധന്മാരായിട്ടുള്ള ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് ഇതിന് സിദ്ധാശ്രമം എന്ന് പറയും. ഇങ്ങനെ അനേക കാലത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസുരന്മാരുടെ രാജാവായ മഹാബലി തൻ്റെ കയ്യൊക്കെ ഇന്ദ്രലോകം മുതലാതൊക്കെ പിടിച്ചെടുത്തു. ദേവന്മാരൊക്കെ സ്ഥാനഭ്രഷ്ടരാക്കി. ആ ദേവന്മാർ അനാഥന്മാരെ പോലെ അലയേണ്ടി വന്നു. അപ്പോൾ ദേവന്മാർക്കും ദേവന്മാരുടെ അമ്മയായ അതിഥി ദേവിക്കൊക്കെ വലിയ ദുഃഖമുണ്ടായി. അതിഥിയും കശ്യപനും ചെന്നിട്ട് ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് അദ്ദേഹത്തെ പോയി സ്തുതിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങേ മകനായി വരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് വാമൻ ആയിട്ട് വിഷ്ണു അവതരിച്ചത്, കശ്യപൻ്റെ അതിഥിയ. ആ വാമനമൂർത്തിയാണ് പിന്നീട് മഹാബലി എടുക്കി ചെന്നിട്ട് 3 അടി മണ്ണ് യാചിച്ച് മഹാബലിയെ ആ സ്ഥാനത്ത് ഭ്രഷ്ടനാക്കുന്നത്. അദ്ദേഹം ആ കഥയൊക്കെ അവിടെ ചുരുക്കി പറയാൻ അത് പറയാണ്. ഏതസ്മിന്നന്തരേ രാമ കശ്യപോ അഗ്നിസമപ്രഭ ആദിത്യാസഹിതോ രാമ ദീപ്യമാനയോ ഓജസാം. അഗ്നി പോലെ പ്രശോഭിക്കുന്നവനായ ആ കശ്യപൻ അതിഥിയോടുകൂടി ചെന്നിട്ട് തുഷ്ടാപ മധുസൂദനം, മധുസൂദനായിരിക്കുന്ന ഭഗവാനെ, മധുസൂദൻ
ഭഗവാന് പറയാൻ കാരണം മധു, കൈടഭൻ മുതലായ അസുരന്മാരൊക്കെ വധിച്ചിട്ടുള്ള ആളാണ് വിഷ്ണു. അതുകൊണ്ടാണ് മധുസൂദൻ എന്ന പേര്. അപ്പോൾ അവരെ കേമായി സ്തുതിച്ചു. എന്നിട്ട് തമുവാചഹരിപ്രീത കശ്യപം കൽമഷം വരം വരെ ഭദ്രന്തേ രാർഹോസീമതം മമ. അങ്ങനെ സ്തുതിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ വിഷ്ണു കശ്യപനോട് പറഞ്ഞു, അങ്ങ് വരത്തിന് അർഹനാണ്. എന്താണോ കാമം അതെന്നോട് വരമായിട്ട് വാങ്ങൂ എന്ന് പറയാൻ. വരം വരം വധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്ക് കേട്ടപ്പോൾ മാരീചനായ കശ്യപൻ എന്ന് പറഞ്ഞാൽ മരീചിൻ്റെ മകനാണ് കശ്യപൻ. മരീചി ബ്രഹ്മപുത്രനായ മരീചിയുടെ പുത്രനാണ് കശ്യപൻ. ആ കശ്യപൻ പറഞ്ഞു, പുത്രത്വം ഗച്ഛ ഭഗവൻ അതിഥ്യാമവജാനഘ. അല്ലയോ ഭഗവൻ, അങ്ങ് എൻ്റെ മോഹങ്ങൾ സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അതിഥിയിൽ എൻ്റെ പുത്രാതിഥി കശ്യപൻ്റെ ഭാര്യയാണ്, പുത്രായി ജനിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഭഗവാനെ സമ്മതിച്ചു. അങ്ങനെ അഥ വിഷ്ണു മഹാതേജ അതിഥ്യം സമജായത. കാലം കഴിഞ്ഞപ്പോൾ അതിഥിയിൽ കശ്യപപുത്രനായിട്ട് ഭഗവാൻ വാമനൻ രൂപമാസ്ഥായ വൈരോചനുമാഗമൻ. അങ്ങനെ മകനായി ജനിക്കണമെന്ന് മാത്രമല്ല, തൻ്റെ മക്കളായ ദേവന്മാർക്ക് ഉദ്ഗതി ഉണ്ടാവണം, അവർക്ക് സ്വർഗരാജ്യം മുതൽ അതൊക്കെ വീണ്ടെടുക്കണം എന്ന മോഹം കൂടി ഉണ്ടായിരുന്നു കശ്യപന്. അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് അക്കാലത്ത് അതിഗംഭീരമായ യജ്ഞം നടത്തുന്നുണ്ടായിരുന്നു വാമനൻ. മഹാബലി. ആ മഹാബലി എടുത്ത ജില്ലയാണ്. അവിടെ ചെന്നിട്ട് യജ്ഞശ്ചാതീവ ശോഭത്തെ വയം ദാനാർത്ഥിനോ രാജൻ സത്വായജ്ഞമനുത്തമം തം ദൃഷ്ട്വാ തവ യാഗേഷു കിഞ്ചിൽ ലബ്ധുമിഹാഗതാം. മഹാബലിയുടെ യാഗസ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് ഗംഭീരമായ യാഗം നടത്തുന്നുണ്ടെന്ന് കേട്ടു. ഞാനതുകൊണ്ട് അങ്ങയിൽ നിന്ന് ചിലതൊക്കെ ഇച്ഛിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ദാനാർത്ഥിനോ എന്നാണ്, ഞങ്ങൾ ദാനം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നവരാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മഹാബലിയാകട്ടെ അവളുടെ ഭക്തനും വിനയാനന്ദനും ലോകതത്വ വിചക്ഷണമെന്നൊക്കെ ഭാഗവത്തിൽ കാണാം മഹാബലിയെക്കുറിച്ച്. അങ്ങനെ യോഗ്യനായിരിക്കുന്ന ആളാണ് മഹാബലി. അദ്ദേഹത്തിന് ആകപ്പാടുണ്ടായിരുന്ന ചെറിയൊരു വിഷമം, ഒരു ദോഷം എന്ന് പറയാവുന്നത് ഞാൻ എന്തും കൊടുക്കാൻ അർഹനാണ്, എനിക്ക് എന്തും സാധിക്കും എന്നുള്ള ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു മാത്രം. ആ അഹങ്കാരം ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ വാമനാവതാരം കൊണ്ട് സാധിച്ചത്. അവിടെ ചെന്നപ്പോൾ ഇവിടെ അത് കാണാം. മഹാബലി വാമനമൂർത്തിയോട് എന്താ പറഞ്ഞത്? അദ്യമേ സഫലൻ രാജ്യം അദ്യമേ സുഹൃതം കൃതം അദ്യമേ സഫലോ യജ്ഞകൃതാർത്ഥ കൃതവാനഹം. അല്ലേ ബ്രാഹ്മണ, ഒരു ബ്രഹ്മചാരി വേഷത്തിലാണ് വാമനമൂർത്തി അവിടെ ചെന്നത്. അതുകൊണ്ട് പറഞ്ഞു, അങ്ങ് പോലെ യോഗ്യന്മാരിവിടെ വന്നതുകൊണ്ട് എൻ്റെ യജ്ഞം സഫലമായിരിക്കുന്നു, എൻ്റെ പിതൃക്കളൊക്കെ ശുദ്ധരായിരിക്കുന്നു, എൻ്റെ ജീവിതം തന്നെ സഫലമായിരിക്കുന്നു ഒക്കെ കേമായിട്ട് പറയാൻ. അവിടെ അങ്ങേക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ധനൗഹൻ രത്നരാശിഞ്ച ഭൂഷണം ധാന്യസഞ്ചയം. ധാന്യങ്ങൾ വേണോ, അലങ്കാരങ്ങൾ വേണോ, രത്നം വേണോ, ഗ്രാമം വാ നഗരം ഭാവി രാഷ്ട്രം വായാനമേവ വാ ഹസ്ത്യശ്വരഥ പത്തീനാം സംഗ്രഹന്യദേവ. ഗ്രാമമാണോ വേണ്ടത്, നഗരമാണോ വേണ്ടത്, ആനയാണോ കുതിരയാണോ, രാഷ്ട്രം തന്നെ വേണോ, എന്തും തരാൻ ഞാൻ സന്നദ്ധനായി. കിമിച്ഛസി മഹാഭാഗോ തദ്ദദാമീത വാനഘ. അങ്ങ് എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ തരാം എന്നാണ് വാൽമീകിയാണ് ഈ മഹാബലിയുടെ വാക്ക്. അവിടെയാണ് അഹങ്കാരത്തിൻ്റെ ചെറിയൊരു സ്ഫുരണമുള്ളത്. എന്തും തരാൻ സാധിക്കും എനിക്കെന്നാണ്. കിമിച്ഛസി മഹാബാഹു, എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നത് പറഞ്ഞുള്ളൂ, ഞാൻ തരാമെന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ മഹാബലിയുടെ വാക്ക് കേട്ടിട്ട് കുറച്ചൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാമനമൂർത്തി പറഞ്ഞു, എനിക്ക് ഇതൊക്കെ എന്തിനാണ്? ഞാൻ ബ്രഹ്മചാരിയായിട്ട് തപോവൃത്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങേക്ക് ഇതൊക്കെ സാധിക്കുമായിരിക്കും തരാൻ, പക്ഷേ എനിക്ക് അത്രയൊന്നും വേണമെന്നില്ല. എനിക്കിതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ആനയും കുതിരയും ഗ്രാമങ്ങളും നഗരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അത് ഭരിക്കണ്ടേ? അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏതൈക്കും മമ രാജേന്ദ്ര തൈസ്തു നാസ്തി പ്രയോജനം. എനിക്കിതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതങ്ങനത്തെ വേണ്ടു. ഞാനിത് അങ്ങയോട് ആവശ്യപ്പെടും. ഇവിടെ കാണുന്ന മഹാബലിൻ്റെ ഒരു എടുത്തുചാട്ടാണ്. യഥാർത്ഥത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ വിനയാന്വിതനായിട്ട് അങ്ങേക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുക ക്ഷത്രിയ ധർമ്മമാണ്. അല്ലാതെ ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് ഒരാളെ പ്രേരിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ എന്തും കൊടുക്കാൻ സന്നദ്ധനാണ്, എന്തും കൊടുക്കാൻ കഴിവുള്ളവനാണെന്നുള്ള ചെറിയൊരു അഹങ്കാരത്തിൻ്റെ സ്ഫുരണമാണ്. കാര്യം വാമനമൂർത്തി പറഞ്ഞെന്താണ്? അസ്മൽ പാദത്രയാക്രാന്തം ദേഹി ഭൂമിം വിഭോമ.
എൻ്റെ കാല് കൊണ്ട് അളന്നെടുക്കാവുന്ന വിധത്തിൽ 3 അടി മണ്ണ് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. ശ്രുത്വാദദ്വാമനോക്തം സ്മിതം കൃത്വാസനോത്തമ. ഇത് കേട്ടപ്പോൾ ഇത്ര ചെറിയതായൊരു സംഗതിയാണല്ലോ തന്നോട് 3 ലോകത്തിന് അധീശനായിരിക്കുന്നത് എന്നോട് ചോദിക്കുന്നതെന്നുള്ള ഒരു പരിഹാസഭാവം മഹാബലിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്മിതം കൃത്വ, കുറച്ച് ചിരിച്ചുകൊണ്ടാണ്. കഷ്ടമായിപ്പോയി, ഇത്രയൊക്കെ യോഗ്യനായിരിക്കുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട്, എന്ത് തരാനും സന്നദ്ധനായിരിക്കുന്ന സാധ്യമുള്ളവനാണ് എൻ്റെ അടുക്ക വന്നിട്ട് ഇത് ചോദിക്കുന്നത്. ഇയാൾക്കെൻ്റെ അറിവ് കുറവുകൊണ്ടാണ്, ലോകപരിചയ കുറവുകൊണ്ടാണ്, കിട്ടുന്ന ഭാഗ്യമല്ലേ വേണ്ടത് എന്നുള്ള മട്ടാണ് മഹാബലിക്കുള്ളത്. പിന്നെ അതേ വേണ്ടുന്നില്ല, പിന്നെന്ത് ചെയ്യാനാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ധ്യാനത്തിനൊരുങ്ങുന്നത്. ഇങ്ങനെ ധ്യാനത്തിനൊരുങ്ങാൻ തുടങ്ങിയപ്പോൾ മഹാബലിക്ക് ഗുരുനാഥനായിരിക്കുന്ന, അഥവാ അസുരന്മാർക്ക് മുഴുവൻ ഗുരുനാഥനായിരിക്കുന്ന ആ ശുക്രമഹർഷി പറഞ്ഞു, മഹാബലെ അങ്ങ് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഇത് സാക്ഷാൽ ഭഗവാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയെന്ന് പറയാൻ. ഇതാ വിരിഞ്ചഭവശക്രാധ്യായോ ഇതാ പ്രാഹശുക്രോതിയോത്തമ. പ്രാഹന പറഞ്ഞു, ഇതാരാണ്? ദേവസ്തസദേവോ വിഷ്ണുരവ്യയ ദാനാരക്തേത ശുക്രേ ശുക്രൻ രാജപുരോഹിതം. അതുകൊണ്ട് നിന്നെ വിഷമിപ്പിക്കും, അതുകൊണ്ട് കൊടുക്കുന്നത് ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയാൻ. ഭാഗവതത്തിലൊക്കെ ഈ സംവാദങ്ങളെ കുറച്ചുകൂടി വിസ്തരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതായാലും പറഞ്ഞിട്ടില്ല. ഇതായ മഹാവിഷ്ണുവാണ്. അദ്ദേഹം നിന്നെ ദാനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സ്ഥാനഭ്രഷ്ടനാക്കൊണ്ട് ആലോചിച്ച് കൊടുത്താൽ മതി എന്നാണ്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ടും മഹാബലിക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. കാരണം യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കുന്നത് സാക്ഷാൽ വിഷ്ണുവിനെയാണ്. ആ വിഷ്ണു നേരിട്ട് വന്നിട്ട് എന്തെങ്കിലും യാചിച്ചാൽ അത് കൊടുക്കില്ലെങ്കിൽ പിന്നെ ഈ പൂജിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത് എന്ന ഭാവമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം പത്നിയോട് കൂടിയിട്ട് അത് ദാനം ചെയ്യാൻ ഒരുമ്പെട്ടു. പത്ന്യാസഹ വിനിശ്ചിത്യ യജമാനോ മഹാബലി മായാരൂപേണ ദേവേശോ യജ്ഞോ യതി തദൈതജ്ഞ യജ്ഞസാഫല്യമേവാസ്തീതി ജാബ്രവിൽ. ഇനി ഗുരുനാഥനോട് പറയുകയാണ്, അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ വിഷ്ണുവാണ് ഇങ്ങനെ വേഷം മാറി വന്നതെന്ന് വന്നാൽ തന്നെ അത് എൻ്റെ യജ്ഞത്തിൻ്റെ സാഫല്യത്തെയാണല്ലോ കാണിക്കുന്നത്. ഞാൻ വിഷ്ണുവിനെ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കുന്നു, ആ വിഷ്ണു നേരിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ എന്നോട്ടാൻ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിമത്തോദകന്തത്വം വാമനായ മഹാത്മനെ തവ പാദക്രയാന്താക്രാംഗൃഹാണ് അദ്യമഹിം പ്രഭോ. ജലത്തോടു കൂടി ആ ദാനമൊക്കെ ചെയ്യുക. എന്നിട്ട് ആ വാമനരൂപിയായ ഭഗവാനോട് പറഞ്ഞു, അങ്ങയുടെ കാലുകൊണ്ട് 3 അടി നിൽക്കാൻ നിൽക്കണം, ഞാൻ ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം ശരീരം വളരെ വലുതാക്കി ത്രിവിക്രമനായി ലോകം മുഴുവൻ വളർന്നു നിൽക്കുന്നവരായി വലിയ വിരാട് സ്വരൂപിയായിട്ട് ലോകം മുഴുവൻ വളർന്നു നിൽക്കുകയാണ് ചെയ്തത്. അതൊക്കെ പ്രസിദ്ധമായ കഥയാണ്. അങ്ങനെ മഹാബലിക്ക് 3 അടി തന്നെ തയ്ച്ചു കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് താല്പര്യം. അപ്പോൾ എന്ത് ചെയ്തു? പൂജിതസ്തേന ധർമാത്മക സർവലോകഹിതായ വൈ ത്രീൻ പദാനഭിക്ഷിത്വാവരിഗൃഹ്യജവേദിനിം ആക്രമ്യ ലോകാർത്തി സർവലോകഹിതേരത. 2 അടി കൊണ്ട് തന്നെ പാതാളവും ഭൂമി വെള്ളാൻ അന്ന് കഴിഞ്ഞു. പാതാളവും മാത്രമല്ല, പാതാളവും ഭൂമി ഒരു അടി കൊണ്ട് കഴിഞ്ഞു. 2ാമത്തെ അടി കൊണ്ട് ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ കടന്നു. 14 ലോകങ്ങളും തീർന്നു. 3ാമത്തെ കാലുമൊക്കെ സ്ഥലമില്ലാതായി. അപ്പോൾ അത് ചെറിയ രൂപമായിട്ട് ഈ മഹാബലിയോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് 3 അടി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മഹേന്ദ്രായ പുനഃപ്രാധാന്യം വലി മോജസ ത്രൈലോക്യം സമഹാദേജ ചക്രേ ചക്രവശം പുനാദേനൈവ പൂർവമാക്രാന്ത ആശ്രമ സമദാസന. ഈ ഓജസ് കൊണ്ട് ഈ ലോകം മുഴുവൻ എഴുന്നേറ്റു, ലോകം മുഴുവൻ കീഴടക്കി വാമനമൂർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ മഹാബലിക്ക് സംശയം ഉണ്ടായില്ല. മഹാബലി പറഞ്ഞു, അങ്ങയുടെ ആ തൃപ്പാദങ്ങൾ എൻ്റെ തലയിൽ വെക്കൂ എന്ന് പറഞ്ഞു. അസ്മൽ പറഞ്ഞത് ഇങ്ങനെയാണ്, തവ പാദത്രയാക്രാന്ത ഗൃഹാണദ്യമഹിം പ്രഭോ. വാമന് വലിയ ബൃഹദ് രൂപം ധരിച്ചു, കുട്ടിയായിട്ടാണ് വന്നത്, അല്ല വലിയ രൂപം ധരിച്ചിട്ടാണ് ലോകം മുഴുവൻ അളന്നു കഴിഞ്ഞത്. അപ്പോൾ ആ 3 ലോകങ്ങളും തന്നെയും മഹാബലി അദ്ദേഹത്തിന് സമർപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മഹാബലി ആയതെന്ന് തന്നെ പറയും. ബലി എന്നാണ് പേര്. വലിയ ത്യാഗം ചെയ്തത്, തന്നെ ഭഗവാൻ സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത്യുക്ത പരമപ്രീതാഗൃഹ്യരാമൻ ലക്ഷ്മണാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഈ സിദ്ധാശ്രമമായി തീർന്നത്. ഞാൻ വിഷ്ണു ഭഗവാൻ ആ വാമനമൂർത്തിയോടുള്ള സ്നേഹം കൊണ്ട് അതിനെ എൻ്റെ ആശ്രമപ്രദേശമാക്കി തീർത്തു. അവിടെ വസിച്ചു എന്നാണ് വിശ്വാസത്തെ പറയാൻ താല്പര്യം. അവിടെ വാമനാവതാരത്തിൻ്റെ മറ്റ് വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പ്രധാന വിഷയമല്ല ഇവിടെ. അവർ യാത്ര ചെയ്യുമ്പോൾ
രാമൻ ചോദിച്ചപ്പോൾ പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതാണ് ഈ സിദ്ധാശ്രമം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഏവമുക്തോ മഹാതേജ വിശ്വാമിത്രോ മഹാനുഷി പ്രവിവേശതഥാ ദീക്ഷ നിയതോ എന്തിയാ. അതിനുശേഷം താൻ രാമലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവന്നുള്ളത് യജ്ഞരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ യജ്ഞത്തിന് വേണ്ടി ദീക്ഷ എടുത്തു എന്ന് പറയാം. 28 വരെയുള്ള 27, 28, 29 ഈ സിദ്ധാശ്രമത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ 30ാമത്തെ സർഗത്തിലാണ് ആ യാഗരക്ഷയെക്കുറിച്ച് പറയുന്നത്. അവിടെ തുടക്കത്തിന് കാണാം വിശ്വാമിത്രൻ യാഗത്തിന് വേണ്ടി ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അവന് വേറെ ശത്രുക്കൾ നേരിടും ആയുധം എടുക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം രാമലക്ഷ്മണന്മാരെ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ യജ്ഞത്തിന് ദീക്ഷ എടുത്തിരിക്കുന്ന ആ വിശ്വാമിത്രനോട് രാമലക്ഷ്മണന്മാർ ചോദിച്ചു, ഞങ്ങൾ എപ്പോഴും എങ്ങനെയാണ് അങ്ങനെ യാഗത്തെ രക്ഷിക്കേണ്ടത്? ആ രാക്ഷസന്മാർ ഏത് രൂപത്തിലാണ് വരിക? അവരെ കാണിച്ചു തന്നാൽ ഞങ്ങൾ അവരെ വധിച്ച് യാഗത്തെ രക്ഷിക്കാവുന്നതാണ്. ഭഗവൻ ശ്രോതുമിച്ഛാവോ യസ്മിൻ കാലേ നിശാചരവും സംരക്ഷണീയൗ തൗ ബ്രൂഹി നാദിവർത്തേ ലക്ഷണം. ഏത് നേരത്താണ് രണ്ട് രാക്ഷസന്മാർ വരിക? സുബാഹു മാരീചം മുതലായ രാക്ഷസന്മാർ വന്നിട്ടാണ് ഇതിൻ്റെ യാഗം ഇതുണ്ടാക്കുന്നത്. നേരത്തെ അയോധ്യയിൽ വെച്ച് വിശ്വാസം തന്നെ പറയുന്ന അവർ കേട്ടതായിരുന്നു. അവർ ചോദിക്കുകയാണ് അവരെപ്പോൾ വരും, അവരെ കാണിച്ചതാ, അത് ഞങ്ങൾ എന്ത് ചെയ്യാം, വധിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 ദിവസത്തോളം യജ്ഞങ്ങൾ വലിയ വിഘ്നമില്ലാണ്ട് നടക്കാൻ 6ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ രാക്ഷസന്മാരെത്തിയത്. അദ്യപ്രവൃത്തി ഷഡ്രാത്രം രക്ഷതാൻ രാഘവോ യുവാം. നിങ്ങൾ ഇന്നും അവർക്ക് 6 ദിവസം രക്ഷിക്കണം എന്ന് വിശ്വാമിത്രനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആദ്യ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ്, ആ സുബാഹു മാരീചൻ എന്നറിയപ്പെടുന്ന തടയുടെ മക്കൾ കൂടിയാണ് അവർ വന്നു. ധാരാളം തരത്തിലുള്ള അശുദ്ധ വസ്തുക്കൾ ഹോമസ്ഥലത്തൊക്കെ ചൊരിഞ്ഞു, രക്തങ്ങളൊക്കെ വീഴ്ത്തി ഒക്കെയാണ്. അവാര്യഗനം മേഘോ യഥാ പ്രാവിഷദിശ്യതേ തഥാ മായാം വികുർവാണോ രാക്ഷസാഭ്യധാപതാം മാരീരസ്തുവാഹുസ്ത തയോരനുചരാസ്തഥാം. പ്രധാനമായിട്ട് വന്നത് സുബാഹു മാരീചനാണ്. കൂടെ അവരുടെ അനുചരന്മാരായ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് രുധിരമുഖേണ വേദിയും വീക്ഷ്യാന്നാണ്, രക്തം ഒക്കെ ഒഴുക്കി ഈ യജ്ഞവേദിയിലേക്ക്. അങ്ങനെ അതിനെ അശുദ്ധാക്കാനും അത് മുടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരെ കണ്ടു ശ്രീരാമൻ. ലക്ഷ്മണനോട് പറഞ്ഞു, പശ്യ ലക്ഷ്മണ ദുർവൃത്താൻ രാക്ഷസാൻ വിശിതാശനൻ. മാംസഭോജികളായിരിക്കുന്ന ഈ നരമാംസം തന്നെ തിന്നവരായി രാക്ഷസന്മാർ കണ്ടാലും ഞാനിവരെ എന്ത് ചെയ്യുന്നുണ്ട്, മാനവാസ്ത്ര സമാധൂത അനിലേന യഥാഹനൻ. എങ്ങനെയാണോ കാറ്റ് മേഘങ്ങളൊക്കെ പറപ്പിച്ച് കളയുന്നത്, അതുപോലെ ഞാൻ മാനവാസ്ത്രം കൊണ്ട് ഈ രാക്ഷസന്മാരെ ഓടിക്കുന്നുണ്ട്, സ്ഥലം അവരെ ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ സുബാഹുവെ വധിക്കുകയും ചെയ്തു. മാരീചനാകട്ടെ ഒരു അസ്ത്രം അയച്ചിട്ട് 13 യോജനയോളം ദൂരെ സമുദ്രത്തെ കൊണ്ട് വീഴിച്ചു എന്നാണ് പറയുന്നത്. സമ്പൂർണ്ണ യോജനശതമാണ്, 100 യോജനയാണ്, 13 സമ്പൂർണ്ണ യോജനശതം ക്ഷിപ്തവും സാഗര സംപ്ലവേ. 100 യോജന ദൂരെ കൊണ്ട് തള്ളിടുകയും ചെയ്തു. ഒരാൾ സുബാഹു കൊല്ലപ്പെട്ടു. മാരീചനാകട്ടെ പിന്നീട് മാൻ രൂപത്തിൽ തന്നെ വന്നിട്ട് രാമനോട് ജീവന്റെ അഭയം പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹം അഭയം കൊടുക്കുകയും ചെയ്തു. അവർ രണ്ടാളെ ഇത്യുക്വാ ലക്ഷ്മണൻ രാഘവൻ ദശന്നിവ രാഘവ പരമോദാരാമുനീനാം. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 2 രാക്ഷസന്മാരെ ഒഴിവാക്കി ഒരാളെ വധിക്കുകയും ചെയ്തു. യാഗം ഭംഗിയായിട്ട് വിശ്വാമിത്രൻ നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ മഹർഷിമാർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു, രാഘവ പരമോദാരോ മുനീനാമുദമാവകൻ സഹത്വാ രാക്ഷസാൻ സർവാൻ യജ്ഞഘ്നാൻ രഘുനന്ദന ഋഭി പൂജിതസ്തേന്ദ്രോ വിജയപുരാം. ദേവന്മാർ ഇന്ദ്രനെ എന്ന പോലെ മഹർഷിമാർ ഈ രാമലക്ഷ്മണനെ പൂജിച്ചു എന്നാണ്. യാഗമൊക്കെ കൊണ്ടവർ നടത്തിയതിൽ വലിയ സന്തോഷമായി. അങ്ങനെ അവർ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ പ്രധാനമായി വന്നത് ആ ഉദ്ദേശമൊക്കെ നിറവേറ്റി എന്ന് പറഞ്ഞിട്ടാണ് 30ാമത്തെ സർഗം കഴിയുന്നത്. ഇതാണ് യാഗരക്ഷയുടെ ഭാഗം. ഇവിടെ നിന്ന് അമിതമായ വർണ്ണനകളൊന്നുമില്ല, കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. പഴയ കഥ ഒന്ന് അനുസ്മരിച്ചു, വാമനൻ്റെ മഹാബലിൻ്റെ കഥയൊന്ന് അനുസ്മരിച്ചു എന്നേ ഉള്ളൂ. ഇത് 2-3 സർഗങ്ങളിലായിട്ട് പറഞ്ഞു. ഇതിനേക്കാൾ വളരെ ഹ്രസ്വമായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് അധ്യാത്മരാമായണ മൂലത്തിൽ ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ 7 ശ്ലോകങ്ങളേ ഉള്ളൂ
വാസ്തവത്തിൽ. താടകാവധത്തിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ വളരെ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. ആ താടകാവധത്തൊക്കെ നേരത്തെ 4-ാമത്തെ സർഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അധ്യാത്മരാമായണത്തിൽ. 5-ാമത്തെ സർഗത്തിലാണ് ഈ യാഗരക്ഷയും പിന്നീട് നടക്കുന്ന അഹല്യാമോക്ഷവും പറയുന്നത്. അവിടെ പറയുന്നതാണ്, സിദ്ധാശ്രമം അടുത്തെത്തി സിദ്ധചാരണരുള്ളിടം വിശ്വാമിത്ര നിർദ്ദേശത്താൽ അങ്ങ് പാർക്കും മുനീശ്വരർ സൽക്കരിച്ചാർ യഥായോഗ്യൻ രാമലക്ഷ്മണരെ തഥാ രാമൻ കൗശികനോടോ ദീമുനെ ദീക്ഷ വരിക്കുക. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങ് യാഗത്തിന് വേണ്ടി ദീക്ഷ ചെയ്തോളൂ, ഞങ്ങൾ യാഗം രക്ഷിച്ചോളാന്ന് പറയാൻ. അവന് പറയുകയും ചെയ്തു, ഒന്ന് കാണിച്ചു തന്നാലും ഇന്ത്യ രാക്ഷസവീരരെ, ആ രാക്ഷസരെതിരാണ് ഇവർ, അവരൊന്ന് കാണിച്ചു തരൂ, ഞങ്ങൾ അവരെ വധിച്ചോളാം, അവരെ വേണ്ട പോലെ നിയന്ത്രിച്ചോളാം എന്നർത്ഥം. അപ്പോഴേക്ക് അവർ അതിഭീകരമായ കാർമേഘങ്ങളെ പോലെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. സുബാഹു വധിച്ചു എന്ന് ചുരുക്കം പറയാൻ. രാമനപ്പോൾ ധനുസ്സിന്മേൽ 2 ബാണം തൊടുന്നുടൻ കാതോളം ഞാൻ വലിച്ചെയ്താൻ ഓരോന്നും വേറെ വേറെയായി. 2 അസ്ത്രങ്ങൾ ഒരേ പത്യ പ്രയോഗിച്ചെങ്കിൽ 2 തരക്കിലെ പ്രയോഗിച്ചു എന്ന്. രാമൻ്റെ ആയുധ പ്രയോഗ സാമർഥ്യം കാണിക്കുന്നതാണ്. ഒന്ന് മാരീചനെ ദൂരെ വായിച്ചു 100 യോജന നിന്നില്ല ജലധിനുള്ളിൽ തന്നെ താഴ്ച വിസ്മയം. ആ കടലിൽ താഴ്ത്തി കളഞ്ഞു എന്നർത്ഥം. മാരീചനെ കടലിൽ താഴ്ത്തി സുബാഹു വധിക്കുകയും ചെയ്തു. ഇത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് അഗ്നിമയമ്പാണം ചുട്ടരിച്ചു സുബാഹുവെ ലക്ഷ്മണൻ കൊന്നു വേഗത്തിൽ രാക്ഷസക്കൂട്ടരന്യരേ. ബാക്കിയുണ്ടായിരുന്ന രാക്ഷസന്മാരൊക്കെ ലക്ഷ്മണനും വധിച്ചു. മഹർഷിമാർക്ക് വലിയ സന്തോഷമായി. നന്ദിച്ചു രാഘവന്മാരെ പുഷ്പം വർഷിച്ചു ദേവകൾ വാദ്യമേളങ്ങൾ ഉണ്ടാക്കി സ്തുതിച്ചാർ സിദ്ധചാരണർ. ഇങ്ങനെ ആ വിശ്വാസത്തിൻ്റെ യാഗത്തെ കൊണ്ടുപോലെ രക്ഷിച്ചപ്പോൾ മഹർഷിമാരൊക്കെ രാമനെ ബഹുമാനിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഒക്കെ ചുരുക്കമായ വിവരണങ്ങളെ അധ്യാത്മരാമായണത്തിലുള്ളൂ. കിളിപ്പാട്ടിൽ നമുക്കറിയാവുന്ന പോലെ ഈ ഭാഗങ്ങളൊന്നും എഴുത്തച്ഛൻ വളരെയൊന്നും വിസ്തരിച്ചിട്ടില്ല. ഇവിടെയൊക്കെ കഥാഭാഗങ്ങൾ വിട്ടുപോകാതെ പറയുകയും ചെയ്തിട്ടുള്ളൂ. അധ്യാത്മരാമായണത്തെ അനുപദം അനുസരിക്കുകയാണ് ഇവിടെയൊക്കെ എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വാൽമീകി രാമായണം അല്ല തർജ്ജമ നമ്മളൊക്കെ ഓർമ്മിക്കണം. കാരണം പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. വാൽമീകി രാമായണത്തെ അല്ല അദ്ദേഹം പിന്തുടരുന്നത്, മറിച്ച് അധ്യാത്മരാമായണം പോലത്തെയാണ്. അത് വല്ല പറയുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ വാക്കിലേ അത് പറഞ്ഞുള്ളൂ. അവിടെ പറയുന്നത് ഇതാണ്, താപസോത്തമാഭവൻ ദീക്ഷിക്കായാഗവിനി താപം കൂടാതെ രക്ഷിച്ചിടുവാൻ ഏതു ചെയ്തും. രാമൻ വിശ്വാസത്തോട് പറയുന്നതാണ്, അങ്ങ് യാഗത്തിന് വേണ്ടി ദീക്ഷ ചെയ്തോളൂ, ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങ് കാണിച്ചു തന്നാൽ ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ചന്ദ്രോ നിരേ. യാഗവും ദീക്ഷിച്ചിതു കൗശികേനതു കാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയില്ല. അത് നേരം രക്തം വർഷിച്ചു എന്നർത്ഥം. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്ന പോലെ സംഭവങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല. മാരീക സുബാഹുവീരന്മാരെ അസ്ത്രം പ്രയോഗിച്ചിട്ട് ഒരാളെ വധിക്കുകയും ചെയ്തു. കൊന്നിത് സുബാഹുവാം, അവനെ ഒരു ശരം അന്നേരം മാരീചനും ഭീതി കൊണ്ടോടി ഞാൻ മാരീചനായിട്ട് ദൂരെ കടലിൽ കൊണ്ട് താഴ്ത്തുകയും ചെയ്തു. അങ്ങനെ യാഗം രക്ഷിച്ചു എന്നുള്ള വിവരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മറ്റ് പ്രമുഖമായ കമ്പരാമായണത്തിലും വളരെ വിസ്തരിച്ച വർണ്ണനയൊന്നുമില്ല ഈ ഭാഗങ്ങളിൽ. അവിടെ പറയുന്നതാണ്, വിശ്വാമിത്രനും പിന്നെ അത്യന്തം സന്തോഷിച്ചു വിശ്രമം കൊണ്ട് രാജപുത്രന്മാരോടും കൂടി സിദ്ധാശ്രമാന്തം ബുക്കൂയാകവും തുടങ്ങിനാൻ ബദ്ധധൈര്യേണ വിഘ്നശങ്കയെന്നിയേ. വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വിഘ്നം ഉണ്ടാവുമെന്നുള്ള ശങ്ക പോലും ഇല്ലാതെ. കാരണം രാമലക്ഷ്മണന്മാർ സഹായികളായിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങളുടെ അമ്മയെ രാമൻ വധിച്ചു എന്നുള്ള വാർത്ത കേട്ട് ക്ഷുഭിതരായിരുന്നു ഈ സുബാഹു മാരീചനും. അവർ വന്നു എന്നുള്ളത് വിശേഷിച്ച് എടുത്തു പറയുന്നുണ്ട്. അവർ കൈക്കൊണ്ടു മാതൃനിധനം കേട്ട നേരം അമ്മയെ വധിച്ചു എന്ന് അവരറിയും. അതുകൊണ്ട് ആ ദേഷ്യത്തോടു കൂടിയാണ് അവർ വന്നത്. രാമചന്ദ്രനും അതുകൊണ്ട് സഹായകാവലി പേമള പോലെ തൂയിടിനാൻ, മഴ പെയ്യുന്ന പോലെ രാമൻ അസ്ത്രം വർഷിച്ചു ബാക്കിയുള്ളവർക്ക് നശിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞുള്ളൂ. മാനിൻ്റെ വേഷം പോട്ടിട്ടാണ് മാരീചൻ രാമനോട് പിന്നീട് ഈ കടലിൽ വീണു. അവിടുന്ന് ഇഷ്ടപ്പെട്ട് വന്നിട്ട് മാനിൻ്റെ വേഷത്തിൽ വന്നിട്ട് അഭയം യാചിച്ചു, അഭയം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതിന് ശേഷമാണ് പ്രസിദ്ധമായ അഹല്യാമോക്ഷം. അപ്പോൾ അത് നമുക്ക് ഈ രാമായണ ചമ്പൂലും
തുളസീദാസ രാമായണത്തിലും ഈ യാഗരക്ഷയുടെ ഭാഗം എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു നോക്കിയതിന് ശേഷം പ്രസിദ്ധമായ അഹല്യാമോക്ഷത്തിലേക്ക് കിടക്കാം. അഹല്യാമോക്ഷം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ വാൽമീകി രാമായണത്തിൽ നിന്ന് ധാരാളം വ്യത്യാസങ്ങൾ പിന്നീടുള്ള രാമായണകാരന്മാർ വരുത്തിയിട്ടുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ അവിടെ കാണാം. തൽക്കാലം ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.